ആരാണെന്ന് വെളിപ്പെടുത്തുന്നില്ല, ആരെയും കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്നില്ല, മനസ്സുള്ള സങ്കടത്തെയും വെളിപ്പെടുത്താനാണിത്. അതിനുള്ളൊരു പരിഹാരത്തിനായാണ് ചോദിക്കുന്നത്, ഒരാളുടെ വിശ്വാസം ഇത്തരം അവിഹിത അശ്ലീലതകളിലൂടെ നഷ്ടപ്പെട്ടാൽ എങ്ങനെ ഇനി അവരോട് വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും സമീപിക്കും? അള്ളാഹുവിന് വേണ്ടിയാണ് ഓരോന്നും ചെയ്യുന്നതും, പുറത്തു കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ ഒന്നും മറക്കാൻ കഴിയുന്നില്ല. അത് നമുക്കിടയിൽ അകൽച്ച ഉണ്ടാക്കുന്നു. വിശ്വാസവും തൃപ്തിയും സ്നേഹവും എങ്ങനെ പഴയതുപോലെ കൊടുക്കാൻ സാധിക്കും? റബ്ബിലുള്ള പ്രതീക്ഷയും ഖുർആൻ എന്ന കൂട്ടുകാരനുമാണ് മനസ്സിൽ സമാധാനം കിട്ടുന്നത്. എന്നാൽ അവരെ സമീപിക്കുമ്പോൾ ഓരോന്നും ഓർക്കുന്നു. എങ്ങനെ ശരിയാക്കാൻ പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ നിന്ന് പോവില്ല. അതാണ് ഇപ്പോൾ ഈ സ്ത്രീയൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. നമ്മൾ ഒരു തെറ്റ് ഒരാളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുമെങ്കിൽ ശരി അയാളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡി അഡിക്ഷൻ സെന്ററിനൊക്കെ പോയ ആളുകൾ വീട്ടിൽ ചെന്നാലും അവർ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യ പറയും, നിങ്ങൾ കണ്ണൊന്ന് ചോപ്പുണ്ടോ, എന്തോ സംസാരത്തിന് പ്രശ്നമുണ്ടോ? കാരണം മുമ്പ് പല തവണ ഇയാൾ നിർത്തും പറഞ്ഞാണ്. അതുകൊണ്ട് ഇപ്പോഴയാൾ നിർത്തിയെന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതേമാതിരി ഈ അവിഹിതം കണ്ട സ്ത്രീകൾക്കും ഇവർ മാറി എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ആ വിശ്വാസം വരുത്താനുള്ളൊരു വഴി എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, സ്ത്രീകൾ വിചാരിക്കേണ്ടത് ഇനി പ്രത്യക്ഷമായി ഒരു തെളിവ് കിട്ടുന്നത് വരെ അയാളിത് ചെയ്യുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എന്ത് സംശയം മനസ്സിക്ക് വന്നാലും തെളിവ് കിട്ടട്ടെ, ഉണ്ടെങ്കിൽ പടച്ചവന്റെ മുന്നിൽ കൊണ്ടുവരും എന്ന് മനസ്സിലാക്കി പ്രത്യക്ഷമായ ഒരു തെളിവ് വരെ അസ്വസ്ഥതപ്പെടാതെ ജീവിക്കാം. അതാണ് സ്ത്രീകൾക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഇത്തരം പുരുഷന്മാർക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവരെന്ത് ചെയ്യാം, ഓരോ ദിവസവും അവരുടെ ദീനിന്റെ ഗ്രേഡ് വർദ്ധിപ്പിക്കാം. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്നിപ്പോൾ അയാൾ സുബഹി വീട്ടിൽ നിന്ന് നിസ്കരിച്ചു, മനസ്സിലായി, നാളെ അയാൾ എന്ത് ചെയ്തു, പള്ളിയിൽ പോകുന്നു, അപ്പോൾ അയാൾ ഗ്രേഡ് കൂടി. പിന്നെ അയാൾ 5 വക്തും പള്ളിയിൽ പോകുന്നു. പിന്നെ അടുത്ത ആഴ്ച ഇവളെ കൂട്ടി ഒരു ഖുർആൻ ക്ലാസ്സിന് പോകുന്നു. പിന്നെ ഇതുവരെ ക്ലീൻ ഷേവ് ആയിരുന്ന അയാൾ ചെറിയൊരു താടി വെക്കും, മനസ്സിലായി. അപ്പോ അയാളിൽ ഇങ്ങനെ മാറ്റങ്ങൾ കാണുമ്പോ ഇയാൾ നന്നായി വരികയാണ്. അപ്പോൾ നന്നാവാത്ത ഒരു സമയത്ത് ചെയ്ത തെറ്റ് ഇനി എന്തായാലും അയാൾ ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തിലേക്ക് ആ സ്ത്രീകൾ തിരിച്ചു വരും. ഇതിനാര് പരിശ്രമിക്കണം? പുരുഷന്മാർ. നഷ്ടപ്പെട്ടു പോയ വിശ്വാസം പുനഃസ്ഥാപിക്കണമെങ്കിൽ പശ്ചാത്താപത്തോടൊപ്പം വസുലഹ എന്ന് പറയുന്നുണ്ടല്ലോ, കൂടുതൽ നന്നായി തീരുക. നമ്മളൊരു തെറ്റിനെ ഒഴിവാക്കിയാൽ മാത്രം പോരാ, നമ്മൾ നന്നാവണം. ആ നന്നാവുന്നതിലൂടെയാണ് ആ തെറ്റ് മായ്ക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, വിശ്വസിപ്പിക്കാവുന്ന, വിശ്വാസത വർദ്ധിപ്പിക്കാവുന്ന ചില മാറ്റങ്ങൾ അയാൾക്ക് ഉണ്ടാവുക. പിന്നെ ഒരാൾ മടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ സംശയിച്ച് നിൽക്കരുത്. അടുത്തൊരു തെളിവ് കിട്ടുന്നത് വരെ എന്ത് ചെയ്യുക, തൻ്റെ മനസ്സിന്റെ സംശയം പ്രകടിപ്പിക്കാതെ ക്ഷമിക്കുക സഹോദരിമാർ. അതാണ് ചെയ്യാൻ പറ്റുക.